ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കണ്ണൂർ കോക്ടെയിൽ ജ്യൂസാണ്. കണ്ണൂരിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കോക്ടെയിൽ ജ്യൂസാണ്. അപ്പോൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ക്യാരറ്റും പപ്പായയും കൂടി ചേർത്ത് മിക്സ് ആയിട്ടുള്ളൊരു ജ്യൂസാണ്. എന്നാൽ ഇതിൻ്റെ റെസിപ്പിയിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ചെറിയ മീഡിയം സൈസ് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഈ ക്യാരറ്റ് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ജ്യൂസിനകത്ത് ക്യാരറ്റ് വേവിച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ക്യാരറ്റൊക്കെ ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ഇനി അടുത്തതായിട്ട് മിക്സിയുടെ ജാർ എടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് പപ്പായയാണ്. നല്ല പഴുത്ത പപ്പായാണ് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. നമ്മളിതിനകത്ത് ഐസ്ക്രീം ചേർക്കുന്നത് കൊണ്ട് പഞ്ചസാര ഞാൻ കുറച്ച് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 ലിറ്റർ തണുത്ത പാലാണ് ചേർക്കുന്നത്. സാധാരണ ഇതിനകത്ത് നല്ല ഐസ് പാലാണ് ചേർക്കുന്നത്. ഞാൻ പിന്നെ തണുത്ത പാലാണ് ഇപ്പോൾ ഇതിൽ ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 2 സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്തിട്ട് അടിച്ചാൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇവിടെ നട്ട്സ് ഒന്നും ചേർക്കുന്നില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ജ്യൂസ് നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിന് സെർവ് ചെയ്യുമ്പം ഇതിൻ്റെ ടോപ്പിൽ ഐസ്ക്രീമൊക്കെ വെച്ചിട്ട് കുറച്ച് ഇഷ്ടമുള്ള നട്ട്സും ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഇത്. നട്ട്സ് ഇടാം, റൈസിൻസ് ഇടാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനാറ് അങ്ങനത്തെ ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചൂടുകാലത്തൊക്കെ നമുക്ക് പെട്ടെന്ന് നല്ല കുട്ടികൾക്കൊക്കെ കുടിക്കാനും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സൊക്കെ ഒന്ന് അറിയിക്കുക. ഇനിയും പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.